വെറും 10 മിനിറ്റിൽ സൺ ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചിട്ടുള്ളത്. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊടിയായിട്ട് തന്നെ അവൈലബിൾ ആണ്. ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഇതാണ്. ഇപ്പോൾ യൂസാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല വ്യത്യാസമുണ്ട്. നല്ല രീതിയിൽ തന്നെ എനിക്ക് വർക്ക് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ റിവ്യൂസ് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഉറപ്പായും അപ്ലോഡ് ചെയ്യാം. കുറച്ച് തേനും കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞൾ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കയ്യിലില്ല എന്നാണെങ്കിലും സ്കിന്ന് സെറ്റ് ആവുന്നില്ല എന്നാണെങ്കിലും സ്കിപ്പ് ചെയ്യാം. ഏതൊരു സ്കിൻ ടൈപ്പുകാർക്കും അവരുടെ സ്കിന്ന് ചേരുന്ന രീതിക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് മിക്സ് ആക്കുക. തൈരും നിങ്ങൾക്ക് യൂസ് ആക്കാം. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ കുറച്ച് അലോവേര ജെല്ലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോ സ്കിൻ ടൈപ്പിന് എന്താണോ ചേരുന്നത് ആ ഒരു രീതിക്ക് യൂസ് ആക്കുക. നമ്മുടെ സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവാനും യൂസ് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ സൺ ടാനൊക്കെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമേസിങ് പ്രോപ്പർട്ടീസ് ഉള്ള സംഭവമാണ് ഓറഞ്ച് പീൽ പൗഡർ. ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും മുന്നേ തന്നെ അത് കേട്ടിട്ടുള്ളതാണ്. നന്നായിട്ട് സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യും. ഈ സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത് അത് മേടിച്ച് ട്രൈ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിവിടെ ഇത് മിക്സ് ആക്കാനായിട്ട് കുറച്ച് പാലും കുറച്ച് വെള്ളവും ചേർത്താണ് മിക്സ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണോ സെറ്റ് ആവുന്നത് അതിനനുസരിച്ച് മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് ഫേസിലോട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചിരിക്കുക. ഡ്രൈ ആകുന്നെന്ന് തോന്നുവാണെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ ഡ്രൈ ആവാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നനവ് കിട്ടും. ആ നനവിൽ വീണ്ടും ഒരു 10 മിനിറ്റോടെ വെച്ചിരിക്കുക. അങ്ങനെ ടോട്ടൽ 15-20 മിനിറ്റ് വെച്ചിരുന്നിട്ട് മുഖം ഒന്ന് കഴുകിയാൽ മതി. മുഖം ഞാനിവിടെ സാധാരണ വെള്ളത്തിലാണ് കഴുകിയത്. നിങ്ങൾക്ക് തണുത്ത വെള്ളം യൂസ് ആക്കാം. ഇനി ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് വെച്ച് ചെറിയൊരു മസാജും കൊടുക്കാം. ഒരുപാട് ഇൻറ്റൻസ് ആയിട്ട് ചെയ്യരുത്. വളരെ ജെൻറ്റലായിട്ട് തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് ഐസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പ് കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.